ഒരു തെരഞ്ഞെടുപ്പിൽ വടകര തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് വടകര തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി PR ഏജൻസിയുടെ സഹായത്തോടു കൂടി ബിൽഡപ്പ് ചെയ്തിരുന്നൊരു വ്യാജ ബിംബം തകർന്നടിയുന്ന കാഴ്ച നമ്മൾ വടകര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. ഏതെല്ലാം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ആക്ഷേപണങ്ങളും ആരോപണങ്ങളുമാണ് ശ്രീമതി KK ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഉന്നയിച്ചത്. ലീഗിൻ്റെ കൊടി കണ്ടപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയാണ്. ലീഗിൻ്റെ കൊടി പശ്ചാത്തലത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത്, ഷാഫി ശ്രീ എന്നൊന്നും ചേർത്തിട്ടില്ല, അത് ഞാൻ എൻ്റെ ഒരു ബഹുമാനത്തിൽ പറഞ്ഞതാണ്, ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് തരാം, ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് സംഘപരിവാറിൻ്റെ ഏതോ ഹാൻഡിലാണ്. നല്ല ചുവപ്പിൻ്റെ പടയാളികൾ എന്നാണ് ആ പേജിൻ്റെ പേര്. പച്ചക്കൊടി കാണുമ്പോഴത്തേക്കിന് പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് CPM. ഇനി അതൊരു പ്രൊഫൈലാണ്, ഫേക്ക് ID ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. വടകരയിലെ CPMൻ്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ? വടകരയിൽ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ്. നമ്മൾ ഈ പരാമർശം കേട്ടിട്ടുള്ളത് സാധാരണ സംഘപരിവാറുകാരിൽ നിന്നാണ്. അപ്പോൾ ശ്രീമതി ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്ത് വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രചരണം കാണുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് അനുസ്മരിക്കേണ്ടത്? നമ്മൾ ഇത്തരം വർഗീയത കേട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ്? നമ്മൾ സാധാരണ ശ്രീമതി KP ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ശ്രീമതി KK ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേൾക്കുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറയട്ടെ, ശ്രീമതി ശശികലയുടെ പ്രത്യേകത എന്താ? നിലവിലില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വർഗീയത എടുത്തുകൊണ്ടുവന്ന് വാരി വിതറുക. വടകരയിലെ തെരഞ്ഞെടുപ്പ്, വടകരയിലല്ല കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ്, ആ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം CPMൻ്റെ സൈബർ ഫാക്ടറിയിൽ നിന്നൊരു വർഗീയ കാർഡ് നിർമ്മിക്കപ്പെടുകയാണ്. ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, ഒരു വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫിർ പരാമർശം വരുന്നു. അത് ആ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തി അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു പൊതുസമൂഹത്തിന്. ഏത് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വ്യാജമായി CPM ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിയുന്ന ഒരു വർഗീയ പ്രചരണത്തെ പിറ്റേ ദിവസം ഓൺ ചെയ്തതാരാണ്? തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ആ വാചകത്തെ ഓൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആളുടെ പേര് ശ്രീമതി KK ശൈലജ എന്നല്ലേ? അപ്പോൾ CPMൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ വർഗീയ കാർഡ് ഒരു മടിയുമില്ലാതെ ഒരു അറപ്പുമില്ലാതെ എടുത്ത് വളരെ യഥേഷ്ടം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശശികല ടീച്ചർ ചെയ്യുന്ന അതേ പണി തന്നെയാണ്. ശശികല ടീച്ചർ പ്രഭാഷണം നടത്തുന്നു, ഇവർ പ്രവർത്തിക്കുന്നു. എന്താ വ്യത്യാസമുള്ളത്? എനിക്ക് വ്യത്യാസം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഞാനവിടെ ചുമതലയുണ്ടായിരുന്ന ഒരാളാണ്. എത്ര വലിയ വർഗീയമായ ധ്രുവീകരണമാണ് ഇവർ തുടക്കം തൊട്ട് നടത്തിയത്? വർഗീയ ധ്രുവീകരണം മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയ വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ. ഒരു വീഡിയോ, അശ്ലീല വീഡിയോ നിർമ്മിച്ചു. പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോയി. അവർ പിന്നാക്കം പോയിട്ടും പാർട്ടി സെക്രട്ടറി പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ അന്വേഷണം എന്തായി? ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് ഹീനമായ, എത്ര ഹിംസാത്മകമായ മാർഗം ഉപയോഗിക്കുക? ഒറ്റ കാര്യം, ശ്രീമതി ശൈലജയുടെ മകൻ്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ, ശ്രീമതി ശൈലജയുടെ മകൻ്റെ പ്രായമാണല്ലോ ശ്രീ ഷാഫി പറമ്പിലുള്ളത്, മകൻ്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം പറ, രാഷ്ട്രീയമായി സംവദിക്കും. ദേശാഭിമാനി 3 ദിവസമല്ല എൻ്റെ പേരിൽ വാർത്ത എഴുതിയത്. 3 ദിവസം എന്തായി? എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ? ഞാൻ അത്തരത്തിലൊരു വീഡിയോ നിർമ്മിച്ചു, ശ്രീ ഷാഫി പറമ്പിൽ അറിവോട് കൂടി ഞാൻ നിർമ്മിച്ചു എന്നായിരുന്നല്ലോ വാർത്ത. എന്താ അതിൻ്റെ അന്വേഷണം? ഇപ്പം അന്വേഷണം നടത്തണ്ടേ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും പറയുക. ഇതിന് സമാനമായിരുന്നു ഇവർ കേരളീയ രാഷ്ട്രീയ മണ്ഡലത്തെ CPM ഏത് പന്താവിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതുപോലെ ഒരു കേസ് ഉണ്ടാക്കി. ശ്രീ ജോ ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ തൃക്കാക്കരയിലെ ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടൊരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. വലിയ കോലാഹലം ഉണ്ടാക്കി. എന്തായി അതിൻ്റെ അറസ്റ്റും കാര്യങ്ങളും? UDFൻ്റെ ഉന്നതനായ നേതാവ്, അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പേരാണ് പരോക്ഷമായി പരാമർശിച്ചത്. അന്വേഷണം എന്തായി? 1 വർഷം കഴിഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തോ? ചോദ്യം ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഹീനമായ ഹിംസാത്മകമായ മാർഗങ്ങൾ ഉപയോഗിക്കും.